എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഭജൻ ക്ലാസ്സിലെ ഗണേശ പഞ്ചരത്നത്തിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള വീഡിയോസാണ് ആ ദിവസങ്ങളിൽ ചെയ്തിരുന്നത്. നമുക്കിനി വീണ്ടും ഗണേശ പഞ്ചരത്നത്തിലെ ബാക്കി ശ്ലോകങ്ങളെ കൂടി പരിചയപ്പെടാം. ഇന്ന് ശ്രീ ശങ്കരാചാര്യരുടെ ഗണേശ പഞ്ചരത്നത്തിലെ 3ാമത്തെ രത്നമായ ശ്ലോകത്തിൻ്റെ അർത്ഥവും പരിചയപ്പെടുത്തലുമാണ്. 3ാമത്തെ ശ്ലോകം: സമസ്തലോകശങ്കരം നിരസ്തദൈത്യകുഞ്ചരം ധരേതരോദരം വരം വരേഭവക്ത്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതാം നമസ്കരോമി ഭാസ്വരം. ഒന്നുകൂടെ പറയാം. സമസ്ത ലോകശങ്കരം നിരസ്തദൈത്യകുഞ്ചരം ധരേതരോദരം വരം വരേഭവക്ത്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതാം നമസ്കരോമി ഭാസ്വരം. സമസ്ത ലോകത്തിനും, അതായത് എല്ലാ ലോകങ്ങൾക്കും പുറകിലുള്ള നല്ല ശക്തി, മഹാശക്തി, എല്ലാ പ്രതികൂല ഊർജങ്ങളെയും നീക്കി ശുഭകരമായ കാര്യങ്ങൾ മാത്രം നൽകുന്ന മഹാശക്തിയായിട്ടുള്ളവനും, സമ്പൽ സമൃദ്ധിയെയും വരങ്ങളെയും സൂചിപ്പിക്കുന്ന വലിയ ഉദരത്തോടും ശരീരത്തോടും കൂടിയവനും, വലിയ ഉദരവും ശരീരവും സമ്പദ് സമൃദ്ധിയെയും വരങ്ങളെയും സൂചിപ്പിക്കുന്നു. കൂടാതെ അവൻ്റെ മനോഹരമായ മുഖം ഗണേശൻ്റെ അനശ്വര സ്വഭാവത്തെ കാണിക്കുന്നു. തൻ്റെ ഭക്തരുടെ മേൽ കൃപ, ക്ഷമ, സന്തോഷം, പ്രശസ്തി എന്നിവ വർഷിക്കുന്നവനും, ഭക്തിപൂർവം തന്നെ വന്ദിക്കുന്നവർക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകുന്ന തിളങ്ങുന്ന ശരീരത്തോടു കൂടിയവനായ ഗണേശനെ ഞാൻ നമസ്കരിക്കുന്നു. സമസ്തലോകശങ്കരം നിരസ്തദൈത്യകുഞ്ചരം ധരേതരോദരം വരം വരേഭവക്ത്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതാം നമസ്കരോമി ഭാസ്വരം. സമസ്തലോകശങ്കരം നിരസ്തദൈത്യകുഞ്ചരം ധരേതരോദരം വരം വരേഭവക്ത്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതാം നമസ്കരോമി ഭാസ്വരം.